In the question, the variable cost per unit of a division comprises of material 200, labor cost 150, and variable overhead 50 respectively. The unit placed by the division are 10,000 unit. The fixed expense are amounted to 4 lakh. The required rate of return is 20% of transfer price. Find out transfer price. നമ്മൾ കാണാൻ പറഞ്ഞിട്ടുള്ള എന്താണ് ട്രാൻസ്ഫർ പ്രൈസ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതായത് ഇവിടെ നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രാൻസ്ഫർ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡിവിഷനിൽ നിന്നും മറ്റൊരു ഡിവിഷനിലേക്ക്, ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്നും മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് പ്രൊഡക്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് കമ്പനി ഈടാക്കുന്ന അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഈടാക്കുന്ന പ്രൈസിനെ വിളിക്കുന്ന പേരാണ് എന്ത് ട്രാൻസ്ഫർ പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? ഇവിടെ 16 യൂണിറ്റ് ആണ് ഇവർക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരുന്നത്. ക്ലിയർ? 16 യൂണിറ്റ്. അതിന് ഒരു യൂണിറ്റിന് മെറ്റീരിയൽ 200 രൂപ വരുന്നുണ്ട്, ഒരു യൂണിറ്റിന് ലേബർ 150 രൂപ വരുന്നുണ്ട്, വാരിയബിൾ ഓവർഹെഡ് ഒരു യൂണിറ്റിന് എത്ര വരുന്നുണ്ട്? 50 രൂപ വരുന്നുണ്ട്. ക്ലിയർ? അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മൊത്തം എത്രയാണ്? 16 യൂണിറ്റ് ആണ്. അപ്പൊ നമ്മൾ മൊത്തം ടോട്ടൽ കോസ്റ്റിൽ ഫുൾ കോസ്റ്റിൽ കാണുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഇതിന് 16 ഇൻറ്റു ഈ പറഞ്ഞിട്ടുള്ള എമൗണ്ട് കൊണ്ടൊക്കെ ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടലിൽ കാണാം, പെർ യൂണിറ്റിൽ കാണാം. ഓക്കെ, നമുക്കിവിടെ ട്രാൻസ്ഫർ പ്രൈസ് ആണ് കാണാൻ പറഞ്ഞത്, നമുക്ക് പെർ യൂണിറ്റ് കാണുന്നതാണ് ഈസി. അപ്പൊ നമുക്ക് പെർ യൂണിറ്റിൽ കാണുന്നതായിരിക്കും ഈസി. ഇthen ഇവിടെ പിന്നെ പറഞ്ഞിട്ടുള്ള എന്താണ്? ദ ഫിക്സ്ഡ് എക്സ്പെൻസ് ആർ എമൗണ്ട് ടു ഫിക്സ്ഡ് എക്സ്പെൻസ് ഉണ്ട്, അത് എത്രയാണ്? 4 ലക്ഷം രൂപയാണ് എന്നും പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് കാണാം. മനസ്സിലാക്കേണ്ടത് ഇവിടെ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് എന്താണ്? കോസ്റ്റ് ആണ്. അപ്പോൾ ഇതിന് കൃത്യമായിട്ടുള്ള ഒരു ഫോർമാറ്റോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ല. നമുക്ക് കോസ്റ്റ് കാണാൻ നമുക്കറിയാം, ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് വാരിയബിൾ കോസ്റ്റ് ആണ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്താണ്? നമുക്ക് കോസ്റ്റ് ഷീറ്റിന്റെ ഫോർമാറ്റ് അനുസരിച്ച് കോസ്റ്റ് കാണാൻ പറ്റും. കോസ്റ്റ് ഷീറ്റിന്റെ ഫോർമാറ്റ് അറിയാലോ നമുക്ക്. എങ്ങനെയാണ്? ആദ്യം പ്രൈം കോസ്റ്റ്. പ്രൈം കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയറക്ട് മെറ്റീരിയൽ, ഡയറക്ട് ലേബർ, ഡയറക്ട് എക്സ്പെൻസ്, ഈ മൂന്നും ചേർന്നതാണ് പ്രൈം കോസ്റ്റ് അല്ലെ. ഈ പ്രൈം കോസ്റ്റിനോട് കൂടി എന്ത് ചെയ്യണം? ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ആഡ് ചെയ്യുക, ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ലെസ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? വർക്ക് കോസ്റ്റ് കിട്ടും. പിന്നെ അതിനോട് എന്താണ്? ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് കോസ്റ്റ് പ്രൊഡക്ഷൻ കിട്ടും. പിന്നെ എന്താണ്? ഓപ്പണിംഗ് ഫിനിഷ്ഡ് ഗുഡ്സിൽ നിന്നും ക്ലോസിംഗ് ഫിനിഷ്ഡ് ഗുഡ്സ് മൈനസ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് എന്താണ്? ഗുഡ്സ് സോൾഡ് കിട്ടും. പിന്നെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ആഡ് ചെയ്യുക, കോസ്റ്റ് ഓഫ് സെയിൽ കിട്ടും. അങ്ങനെ ആ ഒരു രീതിയിൽ അത് നമ്മൾ എന്റെ ഒരു ഓർമ്മ ആണെങ്കിൽ നമ്മുടെ ഇതിൽ പഠിച്ചിട്ടുണ്ട്, ഡിഗ്രി ക്ലാസ്സുകൾ പഠിച്ചിട്ടുണ്ട് കോസ്റ്റ് ഷീറ്റിന്റെ ഒക്കെ. അപ്പോൾ ഒരു കോസ്റ്റ് ഷീറ്റിന്റെ ഒരു രീതിയിൽ നമുക്ക് കോസ്റ്റ് എങ്ങനെയായാലും നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ കൺസെപ്റ്റ് പ്രകാരം എത്രയാണ് നമുക്ക് ആ ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കാൻ വരുന്ന ചെലവ്, പ്ലസ് നമ്മൾ പ്രതീക്ഷിക്കുന്ന റേറ്റ് ഓഫ് പ്രോഫിറ്റും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ട്രാൻസ്ഫർ പ്രൈസ് കിട്ടും. ഓക്കെ, ഇവിടെ പറഞ്ഞിട്ടുള്ള ഇൻഫർമേഷൻസ് വെച്ച് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ നിങ്ങൾ ഒന്നുകിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ ഈ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയം കൊണ്ട് എഴുതിയെടുക്കുക. ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഒന്ന് എഴുതിയെടുത്തോളൂ. ഓക്കെ, അപ്പം ഞാനിവിടെ ഒരു ഫോർമാറ്റ് ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒരു പെർട്ടിക്കുലർ കോളം, ഒരു എമൗണ്ട് കോളം എന്ന രീതിയിൽ നമ്മൾ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള എലമെന്റ് ഓഫ് കോസ്റ്റുകൾ ഏതൊക്കെ ടൈപ്പ് കോസ്റ്റുകൾ നമുക്ക് തന്നിട്ടുണ്ട് എന്ന് നോക്കുക. ഏതൊക്കെ ടൈപ്പ് കോസ്റ്റുകൾ തന്നിട്ടുണ്ട് ഇവിടെ? ഇവിടെ നമുക്ക് മെറ്റീരിയൽ കോസ്റ്റ് പെർ യൂണിറ്റ് നമുക്ക് വേണമെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് വേണമെങ്കിൽ ടോട്ടലിൽ കാണാം, നമുക്ക് വേണമെങ്കിൽ എങ്ങനെ കാണാം? അതിനെ ഇതിൽ കാണാം, പെർ യൂണിറ്റിൽ കാണാം. രണ്ടിൽ കാണാം. ടോട്ടൽ കണ്ട എന്താ? പെർ യൂണിറ്റിൽ കാണാൻ നമ്പർ ഓഫ് യൂണിറ്റ് എത്രയാണ് യൂണിറ്റ് ഉത്പാദിപ്പിക്കുന്നത് അതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് പെർ യൂണിറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് എമൗണ്ട് കോളം ഒരു പെർട്ടിക്കുലർ കോളം വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണ്. ഇതിന് പ്രത്യേകിച്ച് ഫോർമാറ്റുകളൊന്നും ഇല്ല. നമ്മൾ എന്താണ് കാണേണ്ടത് അത് നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി. പെർട്ടിക്കുലർ എമൗണ്ട്. ഓക്കെ, ഇപ്പൊ നോക്കുക, ഇവിടെ അവിടെ നമ്മൾ ആദ്യം എടുക്കുന്നത് എന്താണ്? മെറ്റീരിയൽ ആണ്. മെറ്റീരിയൽ തന്നിട്ടുണ്ട്. മെറ്റീരിയൽ എത്രയാണ്? ഒരു യൂണിറ്റിന് 200 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. നമുക്കിത് ടോട്ടലിലാണ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ടോട്ടൽ ഒന്ന് കണ്ടുനോക്കാം. ഓക്കെ, ടോട്ടൽ എത്രയാണ്? 200 ആണ് ഒരു യൂണിറ്റ്. അപ്പൊ ടോട്ടൽ എങ്ങനെ കാണണം? അപ്പോൾ 10,000 യൂണിറ്റ് ഇവിടെ ഉണ്ട്. 10,000 ഇൻറ്റു എന്ത് ചെയ്താൽ മതി? 200 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ എത്ര വേണമെന്ന് കിട്ടും. ക്ലിയർ? അപ്പൊ എത്ര വരും നോക്കാം. 10,000 ഇൻറ്റു 200, ടോട്ടൽ നമുക്ക് 20 ലക്ഷം വരുന്നു അല്ലെ? 20 ലാക്ക്. പിന്നെ എന്ത് ചെയ്യണം? ലേബർ കോസ്റ്റ് വരുന്നുണ്ട്. ലേബർ കോസ്റ്റും സെയിം രീതിയിൽ 10,000 യൂണിറ്റ് തന്നെയാണ്. അപ്പോൾ ഒരു യൂണിറ്റിന് 150 രൂപയാണ്. അപ്പോൾ നമ്മൾ ലേബർ കോസ്റ്റും കാണാം. ലേബർ
ലേബർ കോസ്റ്റ് ബ്രാക്കറ്റിൽ കാണാം, ഒരു യൂണിറ്റിന് 150 രൂപ അല്ലേ. അപ്പോൾ ബ്രാക്കറ്റിൽ കാണിക്കാം കേട്ടോ എല്ലാത്തിൻ്റെയും കാൽക്കുലേഷൻ എങ്ങനെ വരുന്നത് എന്നുള്ളത്. നമുക്ക് അഥവാ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാലും നമ്മുടെ ആ കാൽക്കുലേഷൻ അവിടെ ഉണ്ടെങ്കിൽ ആ കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ആണെന്ന് വിചാരിച്ച് നമുക്ക് മാർക്ക് കിട്ടും. ഓക്കെ, ഈ എങ്ങനെ ചെയ്യുന്നത് എന്നുള്ളതിന്റെ രീതി അവിടെ കാണുകയാണ്. ഇൻറ്റു 150. ഓക്കെ, അപ്പോൾ എന്താ മെറ്റീരിയൽ കിട്ടി, ലേബർ കിട്ടി. അപ്പം സാധാരണ കേസിൽ എന്താണ് ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു വാരിയബിൾ ഓവർഹെഡ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ എല്ലാ കോസ്റ്റുകളും അവിടെ ആഡ് ചെയ്യുക. വാരിയബിൾ കോസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ വാരിയബിൾ ഓവർഹെഡ് ഉണ്ട്. വാരിയബിൾ ഓവർഹെഡ് വന്നിട്ടുള്ളത് എത്രയാണ്? 50 രൂപയാണ്. സെയിം, അത് 10,000 ഇൻറ്റു 50. 10,000 ഇൻറ്റു 50 ചെയ്യുമ്പോൾ എത്ര വരും? 50,000 വരും അല്ലേ. അൻപതിനായിരമല്ലോ, 5 ലാക്ക്. ഓക്കെ, ഇനി എന്താണ് ഇത് മൊത്തത്തിലാണ് നമുക്ക് എന്തുള്ളത് കോസ്റ്റുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ അകത്തുള്ളത്. വേറെ എന്തെങ്കിലും അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്, അങ്ങനെ എന്തെങ്കിലും ഓവർഹെഡിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ അകത്തുണ്ടോ? ഇതിനകത്ത് നമുക്ക് അങ്ങനത്തെ ഒരു ഇൻഫർമേഷൻ ഒന്നുമില്ല. പിന്നെ നമുക്ക് തോന്നുന്നത് എന്താണ്, വാരിയബിൾ ഓവർഹെഡ് കഴിഞ്ഞ ശേഷം ഒരു ഫിക്സ്ഡ് ഓവർഹെഡ് ഇവിടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഫിക്സ്ഡ് ഓവർഹെഡിന്റെ ഫീച്ചർ നമുക്കറിയാം. ഫിക്സ്ഡ് ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് എല്ലായ്പ്പോഴും നമ്മൾ പ്രൊഡക്ഷൻ ലെവൽ ഇൻക്രീസ് ചെയ്താലും ഇപ്പോൾ 10,000 ഉള്ളതിന് പകരം എന്താണ് 5,000 യൂണിറ്റ് ആയി ചെയ്തോളൂ. ഫിക്സ്ഡ് ഓവർഹെഡിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. ഫിക്സ്ഡ് ഓവർഹെഡ് ഇറസ്പെക്റ്റീവ് പ്രൊഡക്ഷൻ വിൽ റിമെയിൻ സെയിം എന്നാ പറയാം. പ്രൊഡക്ഷൻ നോക്കാതെ തന്നെ നോക്കേണ്ട ആവശ്യമില്ല. ഫിക്സ്ഡ് ഓവർഹെഡ് എന്ന് പറയുന്നത് എന്താണ്, പ്രൊഡക്ഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രൊഡക്ഷൻ കൂടിയാലും കുറഞ്ഞാലും ഒക്കെ സെയിം ആയിരിക്കും. ഇവിടെ ഫിക്സ്ഡ് ഓവർഹെഡ് വരുന്നുണ്ട്. എത്രയാണത്? 4 ലക്ഷം രൂപയാണ് ഫിക്സ്ഡ് ഓവർഹെഡ് വരുന്നത്. അപ്പോൾ കോസ്റ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് വരുന്ന ഇൻഫർമേഷൻ ഇത്രയേ ഉള്ളൂ. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഇതൊന്ന് ആഡ് ചെയ്ത് നോക്കാം. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ നമുക്ക് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയാം. ടോട്ടൽ കോസ്റ്റ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ പ്രോബ്ലത്തിൽ നമ്മൾ പഠിച്ചത് ഫുൾ കോസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ് പ്രകാരം ആണ് നമ്മൾ ട്രാൻസ്ഫർ പ്രൈസ് കാണുന്നതെങ്കിൽ ഈ ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ് ആയിരിക്കും അവിടുത്തെ ട്രാൻസ്ഫർ പ്രൈസ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞ ഹിന്റ് പ്രകാരം നമ്മളോട് പറഞ്ഞ എന്താണ്, ട്രാൻസ്ഫർ പ്രൈസ് കാണാൻ വേണ്ടി നമുക്ക് തന്നിട്ടുള്ള എന്താണ്, ദ റിക്കവർ റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് 20%. അതായത് നമ്മൾ ടോട്ടൽ കോസ്റ്റ് കാണുന്നു, കൂടാതെ ആ ടോട്ടൽ കോസ്റ്റിനോട് മുകളിൽ എന്ത് ചെയ്യുന്നു, 20% ട്രാൻസ്ഫർ പ്രൈസിന്റെ മുകളിൽ 20% എന്തുണ്ട്, നമ്മൾ പ്രതീക്ഷിക്കുന്നു, ഒരു ലാഭം പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ട്രാൻസ്ഫർ പ്രൈസ് എന്ന് പറയുന്നത്. ക്ലിയർ? നമ്മുടെ ട്രാൻസ്ഫർ പ്രൈസ് അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് അതാണ്. അപ്പൊ ഇവിടെ നമുക്ക് ടോട്ടൽ കോസ്റ്റ് എത്രയായി നോക്കാം. ടോട്ടൽ കോസ്റ്റ് എത്രയായി? 20 ലാക്ക് പ്ലസ് 15 ലാക്ക് പ്ലസ് 5 ലാക്ക് പ്ലസ് എത്ര വരും? മൊത്തം 44 ലക്ഷം വരും അല്ലെ. 44 ലാക്ക്. 44 ലാക്കാണ് നമുക്ക് ടോട്ടൽ കോസ്റ്റ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിനോട് കൂടി ആഡ്, നമുക്ക് ഒരു സെർട്ടൻ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ആഡ് ചെയ്യണം അല്ലെ. ഈ ഡിവിഷൻ മറ്റൊരു ഡിവിഷനിലേക്ക്, അടുത്ത ഡിവിഷനിലേക്ക് 16 യൂണിറ്റ് കൊടുക്കുന്നത് ട്രാൻസ്ഫർ പ്രൈസിന്റെ മുകളിൽ 20% പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ടാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആഡ് പ്രോഫിറ്റ് എന്ന് എഴുതാം. പ്രോഫിറ്റ് എത്ര ശതമാനമാണ്? ട്രാൻസ്ഫർ പ്രൈസിന്റെ മുകളിൽ 20% എന്ന് പറഞ്ഞത്. പക്ഷെ ട്രാൻസ്ഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ടോട്ടൽ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ്. ക്ലിയർ? അത് നമുക്ക് ട്രാൻസ്ഫർ പ്രൈസിന്റെ മുകളിൽ 20% പ്രോഫിറ്റ് എന്നറിയാം. പക്ഷെ ട്രാൻസ്ഫർ പ്രൈസ് എത്രയും നമുക്ക് അറിയാത്തത് കൊണ്ട് നമ്മൾ അതിന്റെ മുകളിൽ 20% നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല, നമുക്ക് ടോട്ടൽ കോസ്റ്റേ തന്നിട്ടുള്ളൂ. ട്രാൻസ്ഫർ പ്രൈസിന് മുകളിൽ 20% ആണെങ്കിൽ ടോട്ടൽ കോസ്റ്റിന് മുകളിൽ എത്രയായിരിക്കും? അത് 25% ആയിരിക്കും. അത് അങ്ങനെയാണ് പറയാം. ഇനി അത് അല്ലെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള മാർഗം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തിന്റെ മുകളിലാണോ നമ്മളോട് 20% എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്തിന്റെ മുകളിലാണോ നമുക്ക് പെർസെൻറ്റേജ് തന്നിട്ടുള്ളത്, അതിനെ നമ്മൾ എന്താക്കി എടുക്കുക, 100 ആക്കി എടുക്കുക. ക്ലിയർ? ഇപ്പൊ ഇവിടെ ഏതാണ് നമുക്ക് ട്രാൻസ്ഫർ പ്രൈസ് എന്ന് പറയുന്നു. ഒരു ട്രാൻസ്ഫർ പ്രൈസിന് നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ടാക്കാം. ട്രാൻസ്ഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു ക്വസ്റ്റ്യൻ പ്രകാരം ട്രാൻസ്ഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടോട്ടൽ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ്. ആണല്ലോ. നമ്മൾ ഇപ്പോൾ നമുക്ക് ഇവിടെ ട്രാൻസ്ഫർ പ്രൈസ് കിട്ടാൻ നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ ടോട്ടൽ കോസ്റ്റ് കണ്ടെത്തി ഇതിനോട് കൂടി നമ്മൾ പറയുന്ന റിക്കവർ റേറ്റ് ഓഫ് റിട്ടേൺ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ട്രാൻസ്ഫർ പ്രൈസ് കിട്ടും. ഓക്കെ, അപ്പോൾ ട്രാൻസ്ഫർ പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്, ടോട്ടൽ കോസ്റ്റ് പ്ലസ് ട്രാൻസ്ഫർ പ്രൈസ് മീൻസ് ടി പി,
TP എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ് എന്ത് ട്രാൻസ്ഫർ പ്രൈസ്. ക്ലിയർ. ട്രാൻസ്ഫർ പ്രൈസ് നമുക്ക് അറിയുകയുമില്ല. പക്ഷെ ഇതിൽ നമുക്ക് അറിയാവുന്ന കുറച്ച് ഇൻഫർമേഷൻ ഉണ്ട്. ടോട്ടൽ കോസ്റ്റ് എത്രയാണ്, ടോട്ടൽ കോസ്റ്റിന്റെ എമൗണ്ട് നമുക്കറിയാം. പിന്നെ പ്രോഫിറ്റ് എത്രയാണെന്ന് അറിയില്ല. പക്ഷെ പ്രോഫിറ്റിന് എന്തറിയാം, പ്രോഫിറ്റിന്റെ റേഷ്യോ നമുക്കറിയാം. പ്രോഫിറ്റ് റേഷ്യോ എത്രയാണ്? 20%. 20 ആണ് പ്രോഫിറ്റ് റേഷ്യോ. ക്ലിയർ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്നിന്റെ ബേസിലാണ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബേസിനെ നമുക്ക് 100 ആക്കി. അപ്പോൾ ഇപ്പോൾ ട്രാൻസ്ഫർ പ്രൈസിന്റെ മുകളിൽ 20% പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ട്രാൻസ്ഫർ പ്രൈസിനെ 100 ആക്കി എടുക്കുക. ക്ലിയർ. അപ്പൊ 100 ഈസ് ഈക്വൽ ടു എന്താണ്? 100 ഈസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റിന്റെ 100 എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ കോസ്റ്റിന്റെ 100 ഈസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റ് അതുപോലെ ടോട്ടൽ കോസ്റ്റ് നമുക്ക് ടോട്ടൽ കോസ്റ്റിന്റെ റേഷ്യോ നമുക്ക് അറിയില്ല. ടോട്ടൽ കോസ്റ്റ് പ്ലസ് 20 ആണ് എന്ത് 100 എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് അറിയാലോ. ടോട്ടൽ കോസ്റ്റ് എത്രയായിരിക്കും അങ്ങനെയാണെങ്കിൽ? ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു 100 മൈനസ് 20 ആയിരിക്കും. ഓക്കെ. ടോട്ടൽ കോസ്റ്റിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇവിടെ 100 മൈനസ് 20 ആണ്. ആ കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമില്ലല്ലോ. അതെത്രയാണ്? 80 ആണ്. ക്ലിയർ. അത്രയും പോയിന്റ് ക്ലിയർ ആണല്ലോ. അതായത് ഇവിടെ ഇപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ പ്രകാരം നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? റിക്കവർ റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് 20% ട്രാൻസ്ഫർ പ്രൈസ് എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ ട്രാൻസ്ഫർ പ്രൈസ് എത്രയെന്ന് നമുക്ക് അറിയില്ല. നമുക്ക് അറിയാവുന്നത് ടോട്ടൽ കോസ്റ്റിന്റെ എമൗണ്ട് വാല്യൂ നമുക്കറിയാം. ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ വെച്ച് ഈ ടോട്ടൽ കോസ്റ്റിന്റെ എമൗണ്ട് വാല്യൂ വെച്ചിട്ട് നമുക്ക് ട്രാൻസ്ഫർ പ്രൈസ് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത്. അപ്പൊ നമുക്ക് അതിൽ നിന്ന് ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്യുന്നു. ട്രാൻസ്ഫർ പ്രൈസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. ടോട്ടൽ കോസ്റ്റും പ്രോഫിറ്റും കൂടി ചേർന്നതാണ് ട്രാൻസ്ഫർ പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞതനുസരിച്ചിട്ട് ട്രാൻസ്ഫർ പ്രൈസിന്റെ 20% പ്രോഫിറ്റ്. അതുകൊണ്ട് പ്രോഫിറ്റിന്റെ എമൗണ്ട് അല്ല, പ്രോഫിറ്റ് റേഷ്യോ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു? 20 എന്ന് എഴുതി. ഓക്കെ. ട്രാൻസ്ഫർ പ്രൈസ് നമ്മൾ 100 ആക്കി എടുത്തു. ക്ലിയർ. അങ്ങനെയെങ്കിൽ ടോട്ടൽ കോസ്റ്റ് എത്ര ആയിരിക്കും? 100 മൈനസ് 20 ആയിരിക്കും എന്ത് ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റിന് റേഷ്യോ എത്രയാണ്? 100 മൈനസ് 20 വിച്ച് മീൻസ് 80 ആണ് എന്ത് ടോട്ടൽ കോസ്റ്റിന് റേഷ്യോ. ഓക്കെ. അത് നിങ്ങൾക്ക് ക്ലിയർ ആയോ? ടോട്ടൽ കോസ്റ്റിന് റേഷ്യോ 80 ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഇനി പ്രോഫിറ്റ് കണ്ടുപിടിക്കാം. അങ്ങനെയെങ്കിൽ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു, അങ്ങനെയെങ്കിൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 80 ആണ്. അതായത് 44 ലക്ഷം എന്ന് പറയുന്ന ഈ 44 ലാക്ക് എന്ന് പറയുന്ന എമൗണ്ട് എന്തിന് ഈക്വൽ ആണ്? 80 എന്ന് പറയുന്ന റേഷ്യോക്ക് ഈക്വൽ ആണ്. ഓക്കെ. 44 ലക്ഷം എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? 80 എന്ന് പറയുന്ന എമൗണ്ടിന് ഈക്വൽ ആണ്. അങ്ങനെയെങ്കിൽ 20 എന്ന് പറയുന്ന എമൗണ്ട് ആണല്ലോ പ്രോഫിറ്റ്. അപ്പൊ അത് എത്ര എന്ന് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു ഇക്വേഷൻ ഫോം ചെയ്യണം. എന്താണ്? 44 ലാക്ക് ഡിവൈഡ് ബൈ 80 ഇൻറ്റു 20. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. ഓക്കെ. അപ്പൊ അതൊന്ന് ചെയ്ത് നോക്കിയേ. പ്രോഫിറ്റ് എത്ര വരും? പ്രോഫിറ്റ് എത്ര വരും? പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു 44 ലാക്ക് ഡിവൈഡ് ബൈ 44 ലാക്ക് ഡിവൈഡ് ബൈ എത്രയാണ്? 80 വരാനുള്ള കാരണം എന്താണ്? 44 ലാക്ക് എന്ന് പറഞ്ഞാൽ ടോട്ടൽ കോസ്റ്റ് ആണ്. ടോട്ടൽ കോസ്റ്റിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 80 ആണ്. ആ 80 എങ്ങനെ വന്നു നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ഓക്കെ. അത് 80 ഇൻറ്റു എന്ത് ചെയ്യണം? 20 ആണ് നമ്മൾ കണ്ടെത്തേണ്ടത് അല്ലേ? പ്രോഫിറ്റ് എത്രയാണ്? 20 ആണ്. അപ്പൊ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 11 ലക്ഷമാണ് നമുക്ക് അവിടെ എന്ത് കിട്ടുന്നത്? പ്രോഫിറ്റ് ആയിട്ട് വരുന്നത്. അങ്ങനെയെങ്കിൽ ട്രാൻസ്ഫർ പ്രൈസ് എത്രയായിരിക്കും? 44 ലക്ഷം പ്ലസ് 11 ലക്ഷം. അപ്പോൾ മൊത്തം 55 ലക്ഷമാണ് അവിടെ പ്രോഫിറ്റ് ആയിട്ട് വരിക. 55 ലാക്ക് ആണ് ടോട്ടൽ ട്രാൻസ്ഫർ പ്രൈസ് ആയിട്ട് വരുന്നത്. 55 ലാക്ക് ആണ്. ഓക്കെ. അപ്പൊ അങ്ങനെയെങ്കിൽ 55 ലാക്ക് ആണ് എന്ത് നമുക്ക് ടോട്ടൽ ട്രാൻസ്ഫർ പ്രൈസ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഒരു യൂണിറ്റിന് എത്ര ട്രാൻസ്ഫർ പ്രൈസ് വരും? സോ therefore TP ട്രാൻസ്ഫർ പ്രൈസ് പെർ യൂണിറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെയായിരിക്കും കാണുക? നമുക്കറിയാം ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് 10,000 യൂണിറ്റ് ആണ് അല്ലെ? അപ്പൊ 55 ലക്ഷം ഡിവൈഡ് ബൈ 10,000 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു യൂണിറ്റിന് എത്രന്ന് കിട്ടും. അപ്പൊ ഒരു യൂണിറ്റിന് വരുന്നത് എത്രയാണ്? 550 ആയിരിക്കും ഒരു യൂണിറ്റിന്റെ ട്രാൻസ്ഫർ പ്രൈസ് എന്ന് പറയുന്നത്. 550 യൂണിറ്റ്. ക്ലിയർ. മനസ്സിലായോ നിങ്ങൾക്ക് എങ്ങനെ വന്നെന്നുള്ളത്? അപ്പോൾ ട്രാൻസ്ഫർ പ്രൈസ് 550 യൂണിറ്റ്, 550 യൂണിറ്റ് ആണ്. അതുപോലെ 550 പെർ യൂണിറ്റ് ആണ് ഒരു യൂണിറ്റിന് വരുന്ന ട്രാൻസ്ഫർ പ്രൈസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ?
എന്താണ് ഒരു ടാസ്ക് എന്ന് പറയുന്നത്. പ്രോഫിറ്റിന്റെ റേഷ്യോ നമ്മൾ മനസ്സിലാക്കിയത് എങ്ങനെയാണ് എന്ന് ക്വസ്റ്റ്യൻ വായിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് എത്രയാണ് 20%. ട്രാൻസ്ഫർ പ്രൈസിന്റെ മുകളിൽ 20%. ട്രാൻസ്ഫർ പ്രൈസിന്റെ മുകളിൽ 20% എന്ന് പറയുമ്പോൾ അത് കോസ്റ്റിന്റെ മുകളിൽ എത്രയായിരിക്കും? അത് 25% ആയിരിക്കും. അതെങ്ങനെ കിട്ടുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആണ്. അതായത് ഇവിടെ ഇപ്പോൾ 100-ൽ 20 എങ്കിൽ 80-ൽ 20 ആകുമ്പോൾ എത്രയായിരിക്കും? 25 ആയിരിക്കും അല്ലേ? അപ്പോൾ അങ്ങനെ 25 കിട്ടിയെന്ന് പറയണമെങ്കിൽ 80 ഡിവൈഡ് ബൈ എന്ത് ചെയ്യുക? 20 × 100 ചെയ്ത് നോക്കൂ, 25% ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ പൊതുവേ നമ്മുടെ മാത്തമാറ്റിക്കൽ ഇതനുസരിച്ച് ശീലിച്ചവർക്ക് അറിയാൻ പറ്റും. എന്താണ് ഈ ട്രാൻസ്ഫർ പ്രൈസിന്റെ മുകളിൽ 20% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ്റ്റിന്റെ മുകളിൽ 25% ആയിരിക്കും. നമ്മൾ ഈ ഒരു ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള ഈക്വേഷനൊന്നും ഇങ്ങനെ ഉപയോഗിക്കണമെന്നില്ല. അപ്പോൾ നമുക്ക് ജനറൽ നോളജിൽ നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യമാണ്. ഇനി ഈ ഈക്വേഷനിൽ നിന്ന് നമുക്കത് തെളിയിക്കാൻ പറ്റും. നമുക്കറിയാം ഇവിടെ 80 എന്ത് അല്ലേ? 80 കോസ്റ്റ്. അപ്പോൾ കോസ്റ്റ് 80 ആകുമ്പോൾ കോസ്റ്റിന്റെ മുകളിൽ പ്രോഫിറ്റ് എത്ര? 25% ആയിരിക്കും എന്ന് നമ്മൾ എങ്ങനെ കണ്ടെത്തി? കോസ്റ്റ് 80 എങ്ങനെ കാണും? 80 ഡിവൈഡ് ബൈ 20, ഓക്കെ, ഇൻറ്റു 100 ചെയ്ത് നോക്കൂ. അപ്പം നിങ്ങൾക്ക് കിട്ടുന്നത് 25 ആയിരിക്കും. ഞാൻ പറഞ്ഞ 25 തന്നെ ആയിരിക്കും. ചെയ്ത് നോക്കൂ. 80 ഡിവൈഡ് ബൈ എന്താണ് 20 ഇൻറ്റു 100, 25 അല്ലേ വരുന്നത്? ഇനി അടുത്തത് നോക്കുക നിങ്ങൾ. അടുത്തൊരു പ്രോബ്ലം നമുക്ക് നോക്കാം. പ്രോബ്ലം എന്ന് പറയുന്നത് ഇതാ സ്ക്രീനിൽ കാണുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു. എക്സ് ലിമിറ്റഡ് ഫിക്സസ് ദി ഇന്റർ ഡിവിഷൻ ട്രാൻസ്ഫർ പ്രൈസ് ഫോർ ഇറ്റ്സ് പ്രൊഡക്ഷൻ ഓൺ ദ ബേസിസ് ഓഫ് കോസ്റ്റ് പ്ലസ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ദി ഡിവിഷൻ. ഇവിടെ നമ്മൾ എന്താണ് പ്രോഫിറ്റ് കാണുന്നത്? കോസ്റ്റ് പ്ലസ് എന്താണ് പ്രോഫിറ്റ് ആണ്. കോസ്റ്റ് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പ്ലസ് പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ടാണ് ഇവിടെയും നമ്മൾ പ്രോഫിറ്റ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ പ്രൈസ് നമ്മൾ കണ്ടെത്തുന്നത്. ക്ലിയർ? ദ ബഡ്ജറ്റ് ഫോർ ഡിവിഷൻ എ ഫോർ 2019-2020 ഈസ് ആസ് ഫോളോസ്. അപ്പോൾ ഡിവിഷൻ എയുടെ ബഡ്ജറ്റാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇവിടെ ഫിക്സഡ് അസറ്റ് തന്നിട്ടുണ്ട്. എത്രയാണ്? 2,50,000. കറണ്ട് അസറ്റ് തന്നിട്ടുണ്ട് 1,50,000. ഡെപ്റ്റർ തന്നിട്ടുണ്ട് 1 lakh. പിന്നെ ആനുവൽ ഫിക്സഡ് കോസ്റ്റ് ഓഫ് ദി ഡിവിഷൻ, അതായത് ആ ഡിപ്പാർട്ട്മെന്റിന് വരുന്ന ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടുണ്ട് 4 ലക്ഷം രൂപ. വാരിയബിൾ കോസ്റ്റ് എത്രയാണ്? ഒരു യൂണിറ്റിന് 10 രൂപ എന്ന് പറയുന്നുണ്ട്. പിന്നെന്താ തന്നിട്ടുള്ളത്? ആ ഡിപ്പാർട്ട്മെന്റ് ഒരു കൊല്ലം ഉൽപ്പാദിപ്പിക്കുന്ന യൂണിറ്റിന്റെ എണ്ണം തന്നിട്ടുണ്ട്. എത്രയാണ്? 2 lakh ആണ് ആ ഡിപ്പാർട്ട്മെന്റ് ഉൽപ്പാദിപ്പിക്കുന്ന യൂണിറ്റിന്റെ എണ്ണം. ഓക്കെ. ഡിറ്റർമൈൻ ദി ട്രാൻസ്ഫർ പ്രൈസ് ഫോർ ഡിവിഷൻ എ. ഡിവിഷൻ എക്ക് ട്രാൻസ്ഫർ പ്രൈസ് എത്രയാണെന്ന് കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? പിന്നെ വേറെ ഇൻഫർമേഷൻ ക്വസ്റ്റിനോട് ചോദിക്കുന്നുണ്ട്. ഇഫ് ദ വോളിയം ഇൻ യൂണിറ്റ് ക്യാൻ ബി ഇൻക്രീസ്ഡ്. അതായത് ഇപ്പൊ 2 ലക്ഷം രൂപയാണ്, 2 ലക്ഷം യൂണിറ്റ് ആണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അത് ഒരു 10% യൂണിറ്റ് വർദ്ധിക്കുകയാണെങ്കിൽ, അപ്പൊ 2 ലക്ഷത്തിന്റെ 10% വർധനവ് വരുത്തി കഴിഞ്ഞാൽ ട്രാൻസ്ഫർ പ്രൈസിൽ എന്ത് മാറ്റമാണ് ഉണ്ടാവുക? ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് മനസ്സിലാക്കി എടുക്കുന്നിടത്താണ് കേട്ടോ ഇതിന്റെ കാര്യങ്ങൾ കിടക്കുന്നത്. അപ്പൊ നിങ്ങളതൊന്ന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്നുകൂടി പറയാം. നമ്മോട് പറഞ്ഞിട്ടുള്ളത് എക്സ് ലിമിറ്റഡിന്റെ കോസ്റ്റുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ഇവിടെ വാരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും നമുക്ക് തന്നിട്ടുണ്ട്. ക്ലിയർ? വാരിയബിൾ കോസ്റ്റ് പ്ലസ് ഫിക്സഡ് കോസ്റ്റ് ആയിരിക്കും അവരുടെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അതിനോട് കൂടി എന്ത് ചെയ്യണം? നമ്മൾ സെർട്ടൻ എലമെന്റ് ഓഫ് പ്രോഫിറ്റ് ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ പറഞ്ഞ കോസ്റ്റ് പ്ലസ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, അത് കോസ്റ്റിനോട് കൂടി റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ് എന്ന് ക്വസ്റ്റിൽ പറയുന്നത്. ഡിസൈഡ് ROI, ഡിസൈഡ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ്? ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റിന്റെ 28% ഈ കമ്പനി പ്രതീക്ഷിക്കുന്ന റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് എന്ത് ചെയ്യണം? ടോട്ടൽ കോസ്റ്റിനോട് കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ട്രാൻസ്ഫർ പ്രൈസ് നമുക്ക് കിട്ടും. ക്ലിയർ? അപ്പൊ ഇവിടെ നമുക്ക് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കിട്ടണമെങ്കിൽ നമുക്ക് ഒന്നുകിൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് അറിയണം. ക്യാപിറ്റൽ എംപ്ലോയിഡ് മുകളിൽ എന്ത് ചെയ്യാം? 28% കണ്ടാൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കാണാം. അല്ലെങ്കിൽ നമുക്കറിയാം ചെയ്യാനുള്ള മാർഗം ടോട്ടൽ അസറ്റ് എത്രയെന്ന് അറിയണം.
ഇവിടെ നമുക്ക് അസറ്റുകൾ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അതിനാണ് ഇവിടെ ആദ്യം നമുക്ക് തന്നിട്ടുള്ള ഫിക്സ്ഡ് അസറ്റ്, കറണ്ട് അസറ്റ്, ഡെപ്റ്റേഴ്സ് എന്നിങ്ങനെ അസറ്റുകളുടെ ഇൻഫർമേഷൻ നമുക്ക് തന്നിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ROI, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കാണാൻ വേണ്ടിയിട്ടാണ്. ക്ലിയർ? അപ്പൊ നമുക്ക് ആദ്യം തന്നിട്ടുള്ള ഇൻഫർമേഷൻ വെച്ചിട്ട് ഉള്ള ട്രാൻസ്ഫർ പ്രൈസ് നമുക്ക് ആദ്യം ചെയ്തു നോക്കാം. അതിനുശേഷം പിന്നെ പറഞ്ഞത് എന്താണ്? ക്വസ്റ്റിന് രണ്ടാമത്തെ പാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ പാർട്ടിൽ പറയുന്നത് എന്താണ്? ഈ വോളിയം ഉൽപാദനം കൂട്ടി കഴിഞ്ഞാൽ ഉൽപാദനം എത്ര ശതമാനം? 10% ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസ്ഫർ പ്രൈസിൽ എന്ത് മാറ്റം ഉണ്ടാകും? ഇത്രയാണ് നമ്മോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് ഒരു റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ, ശരി, തുടങ്ങാം. ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിയെടുക്കണോ അതോ ഞാൻ പറഞ്ഞു പോകും, നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുമോ ക്വസ്റ്റ്യൻ? പറയട്ടെ, ആൻസർ ചെയ്യാൻ തുടങ്ങട്ടെ. ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലേ? മീനിങ് പറഞ്ഞു തന്നത്? യെസ്, ഓക്കെ. അപ്പം ചെയ്യാണ്. ഇവിടെ നോക്കുക, നമുക്ക് ആദ്യം നമ്മൾ കാണേണ്ടത് എന്താണ്? പ്രതീക്ഷിക്കുന്ന റേറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. കാരണം എന്തിനാണ് അത് കണ്ടുപിടിക്കുന്നത്? കാരണം നമ്മുടെ ടോട്ടൽ ട്രാൻസ്ഫർ പ്രൈസ് എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റ് പ്ലസ് എന്താണ് വാരിയബിൾ കോസ്റ്റ് പ്ലസ് എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഡിസൈഡ് റേറ്റ് ഓഫ് എന്താണ് റിട്ടേൺ ആണ് ഇവിടുത്തെ ട്രാൻസ്ഫർ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കണ്ടുപിടിക്കുകയാണ്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് സാധാരണ കാണുന്നത് എന്തിന്റെ മുകളിലാണ്? ക്യാപിറ്റൽ എംപ്ലോയിഡിന്റെ മുകളിലാണ്. എത്രയാണ് നമ്മൾ ഒരു ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന ക്യാപിറ്റൽ എമൗണ്ട്, അതിന്റെ മുകളിലാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കാണാം. അത് തന്നിട്ടില്ലെങ്കിൽ പിന്നെ ടോട്ടൽ അസറ്റിന് മുകളിലും കാണാം. അപ്പോൾ നമുക്ക് ഇവിടെ ടോട്ടൽ അസറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് ടോട്ടൽ അസറ്റ് എന്ന് പറയുന്ന സിംഗിൾ എമൗണ്ട് തന്നിട്ടില്ല, പക്ഷെ നമുക്ക് ഫിക്സഡ് അസറ്റ് തന്നിട്ടുണ്ട്. ഫിക്സഡ് അസറ്റ് എത്രയാണ്? 2,50,000 ആണ്. 2,50,000 അല്ല ഫിക്സഡ് അസറ്റ്. 2,50,000 ഫിക്സഡ് അസറ്റ്. പിന്നെ എന്താണ്? കറണ്ട് അസറ്റ് തന്നിട്ടുണ്ട്. കറണ്ട് അസറ്റ് എത്രയാണ്? 1,50,000, 1,50,000 കറണ്ട് അസറ്റ്. പിന്നെ എന്താ തന്നിട്ടുള്ളത്? പിന്നെ ഡെപ്റ്റർ, അതൊരു അസറ്റ് ആണല്ലോ ഡെപ്റ്റർ എന്ന് പറയുന്നത്. ഡെപ്റ്റർ തന്നിട്ടുണ്ട്. ഡെപ്റ്റർ എത്രയാണ്? 1,00,000 ആണ് ഡെപ്റ്റർ. 1,00,000 ഡെപ്റ്റർ ഉണ്ട്. ഡെപ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു അസറ്റ് സൈഡ് കാണിക്കുന്ന ഐറ്റം. ഡെപ്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് പണം തരാനുള്ള ആൾ. അപ്പോൾ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എത്രയാണ്? ആ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം 5,00,000 rupees ആണ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് പ്രകാരം എത്രയാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്? ഡിസൈഡ് ലെവൽ ഓഫ് റിട്ടേൺ ഇൻവെസ്റ്റ്മെന്റ്, ഡിസൈഡ് ROI എത്രയാണ്? 20% ഓഫ് ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം, നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. എത്രയാണ്? ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് 5,00,000 ആണ്. 5,00,000ന്റെ 28% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1,40,000 ആണ് എന്ത് ഇവിടുത്തെ ടോട്ടൽ ഡിസൈഡ് റിട്ടേൺ, അല്ലെങ്കിൽ കമ്പനി അവിടെ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് വന്നെങ്കിൽ 1,40,000 ആണ്. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? അത് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ഇനി നമ്മൾ എന്താണ് ട്രാൻസ്ഫർ പ്രൈസ് കാണാൻ പോവുകയാണ്. ട്രാൻസ്ഫർ പ്രൈസ് എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ, നേരത്തെ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ നമ്മുടെ ഫിക്സഡ് കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള കോസ്റ്റ്, നേരത്തെ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ അങ്ങനെ ഐറ്റംസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ അങ്ങനെയുള്ള ഇൻഫർമേഷൻ ഒന്നുമില്ല. ഇവിടെ നമുക്ക് ആകെ തന്നിട്ടുള്ള ഫിക്സഡ് കോസ്റ്റ് എത്രയാണ്, വാരിയബിൾ കോസ്റ്റ് എത്രയാണ് എന്നുള്ള ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇവിടെ എത്രയാണ് ഫിക്സഡ് കോസ്റ്റ്? ഫിക്സഡ് കോസ്റ്റ് എത്രയാണ്? ആനുവൽ ഫിക്സഡ് കോസ്റ്റ് ഓഫ് ദി ഡിവിഷൻ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ നോക്കിയാൽ കാണാൻ പറ്റും. എത്രയാണത്? ആനുവൽ ഫിക്സഡ് കോസ്റ്റ് ഓഫ് ദി ഡിവിഷൻ 4,00,000, 4,00,000 രൂപയാണ് അവിടെ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം തന്നിട്ടുള്ള വാരിയബിൾ കോസ്റ്റ് എഴുതാം. വാരിയബിൾ കോസ്റ്റ് എത്രയാണ്? വാരിയബിൾ കോസ്റ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഒരു യൂണിറ്റിന് 10 രൂപയാണ്. 10 രൂപയാണ് ഒരു യൂണിറ്റിന് വരുന്ന വാരിയബിൾ കോസ്റ്റ്. അപ്പൊ ഇവരിവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് ഒരു കൊല്ലത്തിൽ എത്ര യൂണിറ്റ് ആണ്? 2,00,000 യൂണിറ്റ് ആണ് അല്ലെ? 2,00,000 യൂണിറ്റ് ആണല്ലോ ഇവിടെ ഒരു കൊല്ലത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എങ്ങനെയായിരിക്കും? 2,00,000 ഇൻറ്റു ഒരു യൂണിറ്റിന് 10 രൂപയാണെങ്കിൽ 2,00,000 യൂണിറ്റിന് എത്ര ആയിരിക്കും? 2,00,000 ഇൻറ്റു 10 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. എത്രയാണ്? 20 lakh ആയിരിക്കും എന്ത് ഇവിടെ വാരിയബിൾ കോസ്റ്റ്, ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് വരുന്നത്. അങ്ങനെ ഫിക്സഡ് കോസ്റ്റ് ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ഫിക്സഡ് കോസ്റ്റ് എത്രയാണ്? 4,00,000 രൂപയാണ് ഫിക്സഡ് കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ് ഉൽപ്പന്നത്തിന്റെ എണ്ണത്തിനനുസരിച്ച് മാറുന്ന ഒരു കാര്യമല്ല, അതുകൊണ്ട് നമുക്ക് നേരെ എഴുതിയാൽ മതി. വാരിയബിൾ കോസ്റ്റിനെ പോലെ വാരിയബിൾ കോസ്റ്റിന്റെ പ്രത്യേകത എന്താണ്? ഉൽപ്പന്നം കുറയുമ്പോൾ വാരിയബിൾ കോസ്റ്റ് കുറയും, ഉൽപ്പന്നം കൂടുമ്പോൾ വാരിയബിൾ കോസ്റ്റ് കൂടും ഇൻ ടോട്ടൽ. പക്ഷെ പെർ യൂണിറ്റിൽ എന്താണ് സെയിം തന്നെ ആയിരിക്കും. വാരിയബിൾ കോസ്റ്റിന്റെ കേസിൽ ചെയ്യുന്ന പോലെ ഇവിടെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, യൂണിറ്റ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യേണ്ട ആവശ്യമില്ല. എന്തിന്? ഫിക്സഡ് കോസ്റ്റ്. അങ്ങനെ ഫിക്സഡ് കോസ്റ്റ് എപ്പോഴും ഇൻ ടോട്ടൽ എന്താണ്? ഫിക്സഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ടോട്ടൽ എന്താണ് കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ് വന്നത് TC എന്നിട്ട് ടോട്ടൽ കോസ്റ്റ് ആണ് കേട്ടോ.
അപ്പോൾ ടോട്ടൽ കോസ്റ്റ് വന്നിട്ടുള്ളത് എത്രയാണ്? ടോട്ടൽ കോസ്റ്റ് വന്നിട്ടുള്ളത് 24 ലക്ഷമാണ്. ടോട്ടൽ കോസ്റ്റ് വന്നിട്ടുള്ളത് 24 ലക്ഷം. ഓക്കെ, അപ്പോൾ ഇനി 24 ലക്ഷം എന്താണ് മതിയോ? പോരാ, അവിടെ വെച്ച് നിർത്താൻ പറ്റുമോ? പറ്റില്ല. എന്ത് ചെയ്യണം? അതിനോട് കൂടി നമ്മൾ കമ്പനി ഇൻവെസ്റ്റ്മെന്റിന്റെ മുകളിൽ പ്രതീക്ഷിക്കുന്ന റിട്ടേൺ ഉണ്ട്. ആ റിട്ടേണും കൂടി നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അത് ആഡ് ചെയ്തിട്ട് കിട്ടുന്ന എമൗണ്ട് ആണ് നമ്മുടെ ട്രാൻസ്ഫർ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രതീക്ഷിക്കുന്ന റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ROI ഡിസൈഡ് റിട്ടേൺ എത്രയാണ്? നമ്മൾ ഓൾറെഡി ഇവിടെ വർക്കിനുള്ളിൽ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. എത്രയാണ്? 1,40,40,000. അതിവിടെ ആഡ് ചെയ്യുക. 1,40,000. 1,40,40,000. അപ്പോൾ 25,40,000 ആണ് എന്ത്? ആ 2 ലക്ഷം യൂണിറ്റ്, അതായത് 2 ലക്ഷം യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് വരുന്ന, ഉൽപ്പാദിപ്പിച്ച് കമ്പനി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ വരുന്ന ട്രാൻസ്ഫർ പ്രൈസ് എന്ന് പറയുന്നത് 25,40,000. അപ്പോൾ 2 ലക്ഷത്തി യൂണിറ്റിന് വരുന്ന ട്രാൻസ്ഫർ പ്രൈസ് എത്രയാണ്? 25,40,000. അങ്ങനെയെങ്കിൽ ഒരു യൂണിറ്റിന് വരുന്ന ട്രാൻസ്ഫർ പ്രൈസ് എത്രയായിരിക്കും? ഇങ്ങനെ കാണാൻ എന്ത് മാർഗം? അത് കാണാനുള്ള മാർഗം എന്താണ്? 5 ലക്ഷം യൂണിറ്റിന്, ഇക്വേഷൻ ഇവിടെ ഉണ്ട്. ടോട്ടൽ എമൗണ്ട് ടു ബി ചാർജ്ഡ്, ടോട്ടൽ ട്രാൻസ്ഫർ പ്രൈസ് വരുന്നത് 25,40,000 ആണ്. അതുപോലെ ടോട്ടൽ യൂണിറ്റ് വരുന്നത് എത്രയാണ്? 2 ലക്ഷമാണ്. അപ്പോൾ നമുക്ക് അത് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? 25,40,000 ഡിവൈഡ് ബൈ 2 lakh ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 12.7 പെർ യൂണിറ്റ് ആണ് ഇവിടുത്തെ എന്ത് ട്രാൻസ്ഫർ പ്രൈസ് പെർ യൂണിറ്റ് വരിക. 12.75. ഓക്കെ, ക്ലിയർ? 12.7 ട്രാൻസ്ഫർ പ്രൈസ് വന്ന് മനസ്സിലായല്ലോ. 12.7 ആണ് ഇവിടെ ട്രാൻസ്ഫർ പ്രൈസ് പെർ യൂണിറ്റ് വന്നിട്ടുള്ളത്. ക്ലിയർ? ഇനി ഈ ക്വസ്റ്റ്യന്റെ രണ്ടാമത്തെ പാർട്ടിലേക്ക് പോവുകയാണ്. ഒന്നാമത്തെ പാർട്ട് പ്രകാരം, അതായത് തന്നിട്ടുള്ള ഇൻഫർമേഷൻ പ്രകാരം 12.7 ആണ് അവിടുത്തെ ട്രാൻസ്ഫർ പ്രൈസ് എന്ന് പറയുന്നത്. ഇനി ക്വസ്റ്റ്യന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് പോവാം. ക്വസ്റ്റ്യന്റെ സെക്കൻഡ് പാർട്ടിൽ പ്രകാരം, ക്വസ്റ്റ്യൻ സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവര് ഉൽപാദനത്തിൽ എത്ര വർധനവ് വരുത്തുന്നു? 10% വർധന വരുത്തുന്നു. ഉൽപാദനത്തിൽ 10% വർധന വരുത്തി കഴിഞ്ഞാൽ ട്രാൻസ്ഫർ പ്രൈസിൽ എന്ത് മാറ്റമാണ് ഉണ്ടാവുക? അപ്പോൾ ഉൽപാദനത്തിൽ 10% ചേഞ്ച് വരുത്തുമ്പോൾ ശരിക്കും എവിടെ ചേഞ്ച് ഉണ്ടാവുക? വാരിയബിൾ കോസ്റ്റിലാണ് ചേഞ്ച് ഉണ്ടാവുക, അല്ലെ? ഉൽപാദനം മാറുന്ന അനുസരിച്ചിട്ട് മാറ്റം സംഭവിക്കുന്നത് ഏത് കോസ്റ്റിലാണ്? ഏത് കോസ്റ്റിലായിരിക്കും? വാരിയബിൾ കോസ്റ്റിലായിരിക്കും. വേറെ ഏതെങ്കിലും കോസ്റ്റിൽ ഉൽപാദനത്തിന്റെ ചേഞ്ചിനനുസരിച്ച് മാറ്റം സംഭവിക്കുമോ? ഇല്ല. വാരിയബിൾ കോസ്റ്റിന് പ്രത്യേകം എന്താണ്? വാരിയബിൾ കോസ്റ്റ് വാരിഡ് അക്കോർഡിംഗ് ടു ലെവൽ ഓഫ് പ്രൊഡക്ഷൻ. ലെവൽ ഓഫ് പ്രൊഡക്ഷൻ അനുസരിച്ചല്ല. ഇപ്പോൾ 10,000 ഉള്ളത് എന്താണ് 1000 ആകുമ്പോൾ എന്താണ് വാരിയബിൾ കോസ്റ്റ് ടോട്ടൽ എന്തായിരിക്കും? ചേഞ്ച് വരും. 10,000 ഉള്ളത് 20,000 ആകുമ്പോൾ വാരിയബിൾ കോസ്റ്റിൽ ടോട്ടൽ എന്തുണ്ടാവും? ചേഞ്ച് ഉണ്ടാവും, കൂടും. അത് ഡയറക്റ്റ് പ്രൊപ്പോർഷനിലായിരിക്കും. എന്താണ്? എങ്ങോട്ടാണോ വാരിയബിൾ കോസ്റ്റ്, ഉൽപാദനം കൂടുകയാണെങ്കിൽ വാരിയബിൾ കോസ്റ്റ് കൂടും, ഉൽപാദനം കുറയുകയാണെങ്കിൽ വാരിയബിൾ കോസ്റ്റ് കുറയും. ഡയറക്റ്റ് പ്രൊപ്പോർഷനിലുള്ള ചേഞ്ച് ആയിരിക്കും എന്തുണ്ടാവുക? വാരിയബിൾ കോസ്റ്റിൽ ഉണ്ടാവുക. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, സിമ്പിൾ ചെറിയ ക്ലാസ്സുകൾ പഠിച്ചതാണ്. അപ്പൊ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യന്റെ സെക്കൻഡ് പാർട്ടിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ക്വസ്റ്റ്യന്റെ സെക്കൻഡ് പാർട്ട് എന്ന് എടുത്ത് എന്താ പറഞ്ഞിട്ടുള്ളത്? ഇഫ് ദ വോളിയം ഇൻ യൂണിറ്റ് ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ 10%. അതായത് വോളിയം ഇൻ യൂണിറ്റ് എത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിലവിൽ ഉത്പാദിപ്പിക്കുന്ന വോളിയം എത്രയാണ്? 2 ലക്ഷം. ഒരു വർഷത്തിൽ 2 ലക്ഷം യൂണിറ്റ് ആണ് ഉത്പാദിപ്പിക്കുന്നത്. ആ ഒരു വർഷത്തിൽ 2 ലക്ഷം യൂണിറ്റ് ഉത്പാദിപ്പിക്കുക എന്ന് പറയുന്നത് എന്താണ്? പറയുന്നതിൽ ഒരു 10% വർധനവ് ഉണ്ടായാൽ എന്ത് മാറ്റമാണ് ട്രാൻസ്ഫർ പ്രൈസിൽ ഉണ്ടാവുക? 10% വർധനവ് ഉണ്ടായാൽ. അപ്പൊ നമുക്ക് അത് കണ്ടുപിടിക്കണം. 2 ലക്ഷം യൂണിറ്റിന്റെ 10% വർധനവ് ഉണ്ടാകുമ്പോൾ എത്ര യൂണിറ്റ് ആയിരിക്കും ഉൽപ്പാദിപ്പിക്കുന്നത്? 2,20,000 ആയിരിക്കും, അല്ലേ? 2 ലക്ഷത്തിന്റെ 2% എന്ന് പറഞ്ഞ എത്രയാണ്? 2 ലക്ഷത്തിന്റെ 10% എന്ന് പറഞ്ഞ എത്രയാണ്? 20,000 ആണ്. അപ്പം 10% വർധനവാണ്. അപ്പൊ 2 lakh പ്ലസ് 20,000 കൂടി ആഡ് ചെയ്യണം. അപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന യൂണിറ്റിന്റെ എണ്ണം എത്രയായിരിക്കും ഒരു വർഷം? 2,20,000 യൂണിറ്റ് ആയിരിക്കും. ക്ലിയർ? മനസ്സിലായല്ലോ അതെങ്ങനെ വന്നുള്ള 2,20,000 വന്നത്? അതായത് 2,20,000 വരാനുള്ള കാരണം 2 ലക്ഷം യൂണിറ്റ് ആണ് ഇപ്പൊ നിലവിൽ ഉൽപ്പാദിപ്പിക്കുന്നത്, 10% വർധനവും. അപ്പോൾ 2 ലക്ഷത്തിന്റെ 10% എന്ന് പറഞ്ഞാൽ 20,000 ആണ്. അപ്പോൾ 2 ലക്ഷം പ്ലസ് 20,000, 2,20,000 യൂണിറ്റ് ആണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഒരു യൂണിറ്റിന്റെ വില എത്രയാണ്? വേരിയബിൾ കോസ്റ്റ് എത്രയാണ്? 10 രൂപയാണ്, അല്ലേ? ക്വസ്റ്റ്യൻ അത് നമുക്ക് ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പം 2,20,000 ഇൻറ്റു 10 ചെയ്യുക. എത്ര വരും? 2,20,000 ഇൻറ്റു 10 ചെയ്താലേ 22 ലക്ഷം വരും, അല്ലെ? 2,20,000 ഇൻറ്റു 10, 22 lakh. ദെൻ ഫിക്സ്ഡ് കോസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എത്രയാണ്?
ഫിക്സ്ഡ് കോസ്റ്റ് 4 ലക്ഷം രൂപയാണ് ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. യെസ്, 4 ലക്ഷം രൂപയാണ്. അപ്പൊ അത് നമ്മൾ ഇവിടെ നോക്കുക, ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് നമുക്ക് തോന്നും എന്താണ്, നേരത്തെ 2 ലക്ഷത്തിലല്ലേ 4 ലക്ഷം, അപ്പൊ 2,20,000 ആയപ്പോൾ 4 ലക്ഷത്തിന് വർധനം ഉണ്ടാവണ്ടേ എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് എന്താണ് ആ സമയത്ത് വെറുതെ നമ്മൾ ചിന്തിച്ചു പോകും. അങ്ങനെ ചിന്തിക്കരുത്. ഫിക്സ്ഡ് കോസ്റ്റ് എന്താണ് എപ്പോഴും സെയിം ആയിരിക്കും. ഫിക്സ്ഡ് കോസ്റ്റ് റിമെയിൻ സെയിം ഇറസ്പെക്റ്റീവ് ഓഫ് ലെവൽ ഓഫ് പ്രൊഡക്ഷൻ. ലെവൽ ഓഫ് പ്രൊഡക്ഷൻ നോക്കേണ്ട ആവശ്യമില്ല. ഫിക്സ്ഡ് കോസ്റ്റ് എന്താണ് സെയിം ആയിരിക്കും. അപ്പോൾ അത് മാറ്റമൊന്നുമില്ല. ഇവിടെയും എത്ര തന്നെയാണ്, 4 ലക്ഷം തന്നെയാണ് ഫിക്സ്ഡ് കോസ്റ്റ് വരുന്നത്. അപ്പോൾ ഇവിടെ ടോട്ടൽ കോസ്റ്റിൽ നമ്മൾ തൊട്ട് മുമ്പത്തെ പ്രോബ്ലം എടുത്ത് നോക്കുക. ടോട്ടൽ കോസ്റ്റ് എത്ര വന്നത്, 2 ലക്ഷം യൂണിറ്റ് ആയിരുന്ന സമയത്ത് ടോട്ടൽ കോസ്റ്റ് 24 ലക്ഷം ആയിരുന്നു. ഇവിടെ എത്രയായി, 2 ലക്ഷത്തി 2 ലക്ഷം യൂണിറ്റ് എന്ന് പറയുന്നത് 2,20,000 യൂണിറ്റ് ആയി അല്ലെ, 10% വർധന ഉണ്ടായപ്പോൾ. അപ്പോൾ 2,20,000 യൂണിറ്റ് ആയപ്പോൾ ടോട്ടൽ കോസ്റ്റ് എത്ര വന്നു, 26 ലക്ഷം. ടോട്ടൽ കോസ്റ്റ് 26 ലക്ഷം വന്നു. ഓക്കെ, ദെൻ നമ്മൾ പ്രതീക്ഷിക്കുന്ന നമ്മുടെ ഡിസൈഡ് റേറ്റ് ഓഫ് റിട്ടേൺ എത്രയാണ്, അതും നമുക്ക് ചേഞ്ച് ഒന്നുമില്ല. കാരണം എന്താണ്, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിൽ ചേഞ്ച് ഉണ്ടായാലല്ലേ ഡിസൈഡ് റേറ്റ് ഓഫ് റിട്ടേൺ ചേഞ്ച് ഉണ്ടാവുള്ളൂ. ഇൻവെസ്റ്റ്മെന്റിൽ ചേഞ്ച് ഒന്നും വരുന്നുണ്ട് എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നില്ല. ഇൻവെസ്റ്റ്മെന്റ് ഇപ്പോഴും എത്ര തന്നെയാണ്, നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ടേബിൾ ഉണ്ട്, എത്രയാണ് 24 ലക്ഷം അല്ല, ഇവിടെ എത്രയാണ് ഇൻവെസ്റ്റ്മെന്റ്, 5 ലക്ഷമാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് അല്ലെ ടോട്ടല്. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റിൽ യാതൊരുവിധ ചേഞ്ചും വരുന്നില്ല. ഇൻവെസ്റ്റ്മെന്റ് ചേഞ്ച് വരാത്തത് കൊണ്ട് തന്നെ ഡിസൈഡ് റേറ്റ് ഓഫ് റിട്ടേണിലും എന്ത് വരില്ല, ചേഞ്ച് വരില്ല. അത് എത്രയാണ്, 1,40,000 തന്നെയാണ് അവിടെ ഡിസൈഡ് റേറ്റ് ഓഫ് റിട്ടേൺ വരുന്നത്, 1,40,000. അപ്പോൾ പുതിയ ഒരു 2,20,000 യൂണിറ്റ് വിൽക്കുന്ന സമയത്ത് നമ്മുടെ ടോട്ടൽ എന്താണ് എമൗണ്ട് ടു ബി ചാർജ് അല്ലെങ്കിൽ ടോട്ടൽ ട്രാൻസ്ഫർ പ്രൈസ് വരുന്നത് എത്രയാണ്, 27,40,000 ആണ്. ക്ലിയർ, കിട്ടിയല്ലോ. 27,40,000 ആണ് അവിടെ ടോട്ടൽ ട്രാൻസ്ഫർ പ്രൈസ് വരുന്നത്. യെസ്, അങ്ങനെയെങ്കിൽ ഒരു യൂണിറ്റിന് എത്ര വരും ട്രാൻസ്ഫർ പ്രൈസ്, എങ്ങനെ കണ്ടുപിടിക്കും, ടോട്ടൽ എമൗണ്ട് ഡിവൈഡ് ബൈ ടോട്ടൽ യൂണിറ്റ്. ടോട്ടൽ എമൗണ്ട് നമുക്കറിയാം, ടോട്ടൽ എമൗണ്ട് എത്രയാണ്, ടോട്ടൽ എമൗണ്ട് ഡിവൈഡ് ബൈ ടോട്ടൽ യൂണിറ്റ്. ടോട്ടൽ എമൗണ്ട് 27,40,000 ആണ്. ക്ലിയർ, 27,40,000 ഡിവൈഡ് ബൈ രണ്ടാമത്തെ കേസിലുള്ള ടോട്ടൽ യൂണിറ്റ് എത്രയാണ്, രണ്ടാമത്തെ കേസ് ടോട്ടൽ യൂണിറ്റ് എന്ന് പറയുന്നത് 2,20,000 ആണ്. ഓക്കെ, അപ്പോൾ 27,40,000 ഡിവൈഡ് ബൈ 2,20,000, 2,20,000 ചെയ്യുന്ന സമയത്ത് വരുന്ന എത്രയാണ്, 12.45 ആയിരിക്കും അവിടെ എന്ത് വരുന്നത്, ടോട്ടൽ ട്രാൻസ്ഫർ പ്രൈസ് പെർ യൂണിറ്റ് വരുന്നത് 12.45. അപ്പോൾ എന്ത് ചേഞ്ചസ് ആണ് ട്രാൻസ്ഫർ പ്രൈസിൽ ഉണ്ടാകുന്നത്, ട്രാൻസ്ഫർ പ്രൈസ് കൂടാണോ കുറയാണോ ചെയ്യുന്നത്, യൂണിറ്റ് കൂടിയപ്പോൾ, പ്രൊഡക്ഷൻ യൂണിറ്റ് കൂടിയപ്പോൾ ട്രാൻസ്ഫർ പ്രൈസിൽ നമ്മൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ അതാണ്. എന്താണ് ട്രാൻസ്ഫർ പ്രൈസിൽ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കുക, എന്താ വാട്ട് വിൽ ബി ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ ട്രാൻസ്ഫർ പ്രൈസ്. അതായത് വോളിയം കൂട്ടി 10% ഇൻക്രീസ് ഉണ്ടായപ്പോൾ ട്രാൻസ്ഫർ പ്രൈസിൽ ഉണ്ടായിട്ടുള്ള ഇമ്പാക്ട് എന്താണ് എന്ന് പറഞ്ഞ്, എന്ത് ഇമ്പാക്ട് ഉണ്ടായത്, നമ്മൾ ഓൾറെഡി നമ്മുടെ പ്രൊഡക്ഷൻ വോളിയത്തിൽ ചേഞ്ച് ഇല്ലാത്ത സമയത്ത്, അത് പ്രൊഡക്ഷൻ വോളിയം 2 ലക്ഷം ആയിരുന്ന സമയത്ത് 12.7 ആയിരുന്നു നമ്മുടെ ട്രാൻസ്ഫർ പ്രൈസ്. പ്രൊഡക്ഷൻ പ്രൈസ് കൂട്ടി, എത്ര കൂട്ടി, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കൂടി, പ്രൊഡക്ഷൻ ഒരു 2 ലക്ഷം യൂണിറ്റ് കൂടി കൂടിയപ്പോൾ, സോറി 20,000 യൂണിറ്റ് കൂടി കൂടിയപ്പോൾ, അത് 2,20,000 യൂണിറ്റ് പ്രൊഡക്ഷൻ ആയപ്പോൾ നമ്മുടെ ട്രാൻസ്ഫർ പ്രൈസ് എന്തായിട്ടുണ്ട്, 12.45 ആയിട്ട് മാറിയിട്ടുണ്ട്. അതായത് ട്രാൻസ്ഫർ പ്രൈസിൽ ഒരു കുറവ് ഉണ്ടായിട്ടുണ്ട്, ഒരു ഡിക്രീസ് ഉണ്ടായിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ ഇമ്പാക്ട് എന്ന് പറയുന്നത്. അത് നിങ്ങളൊരു നോട്ട് പോലെ താഴെ ആൻസർ ആയിട്ട് കൊടുക്കുക. എന്താണ് ഇവിടെ ഇമ്പാക്ട്, ഇവിടുത്തെ ഇമ്പാക്ട് എന്ന് ട്രാൻസ്ഫർ പ്രൈസിൽ ഒരു കുറവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ഇമ്പാക്ട് എന്ന് പറയുന്നത്. ഓക്കെ, പ്രോബ്ലം ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. നമ്മുടെ സമയം ഏകദേശം കഴിയാനായിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക്